വെള്ളം എല്ലാം അതിനകത്ത് വീണ് ചോറ് ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ ഇരുന്നോളൂ. ഈ ഊറ്റിയിട്ട് നൂത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമുക്ക് അവിടെ നിന്ന് ചോറ് കോരിയെടുക്കാം. അത് അവിടെ ഇരിക്കും. കപ്പിനകത്ത് ആണ് ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട് ഇത് വെള്ളമാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും നല്ലത് നമുക്ക് ഈ വേസ്റ്റ് ഓയിലായിട്ടുള്ള എഞ്ചിൻ ഓയിൽ, നമ്മുടെ വണ്ടിയൊക്കെ ബൈക്കിൻ്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു വെച്ചാൽ നമ്മൾ എറുമ്പ് എങ്ങനെ വന്ന് ഇതിനകത്ത് വീണാലും പിന്നെ ഇത് ഇതുവഴി മേലോട്ട് കയറും. നമസ്കാരം, അച്ചായൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ എന്ന് വിചാരിക്കേണ്ട. ഞാനൊരു അടുക്കളയിലാണ് നിൽക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമുണ്ട്. കഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേണ്ടുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ പോകുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട്. എറുമ്പ് കയറുക, അതേപോലെ തന്നെ പാചകം എളുപ്പമാക്കാനുള്ള ആയാസമില്ലാതെ പാചകം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളായ കുറച്ച് പരിപാടികൾ നമ്മുടെ ഒരു ചേട്ടൻ ഈ അടുക്കളയിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വേറൊരു സംഭവം കാണാം. കണ്ടോ ഇപ്പൊ എന്ത് മനസ്സിലാവുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിന്റെ യഥാർത്ഥ നിർമ്മാതാവിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കാം. അതിന്റെ ഉപയോഗം കാണിച്ചു തരും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മധുസൂദൻ. ഓക്കെ ചേട്ടാ, ഇത് എന്തിനാണ് ഇങ്ങനെ കമ്പി വെച്ചേക്കുന്നത്? ഇത് ഇന്ന് ഈ പഴയ അടുപ്പ് ഉള്ള സമയത്തൊക്കെ നമുക്ക് അരി ഊറ്റാനൊക്കെ നല്ല ചോറും അരിയൊക്കെ ഊറ്റിയെടുക്കാൻ നല്ല സൗകര്യമാണ്. ഇപ്പം നമുക്ക് ഗ്യാസ് സ്റ്റവിൽ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം ഇത് അതിന് വേണ്ടിയിട്ട് ഇപ്പം യൂട്യൂബിലും ഒക്കെ ഇതിന് പല സ്റ്റാൻഡുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ പാത്രത്തിനകത്തിറക്കി വെക്കണം. അപ്പം അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെ? നോക്കിയാൽ. അപ്പോൾ ഇത് അങ്ങനെ അല്ലാതെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഇതിപ്പം ചെയ്തിട്ടൊരു 9 കൊല്ലമായി ഞാനിത് ചെയ്തിട്ട്. ഇത് വേറെ ഒരിടത്ത് ഫിറ്റിംഗ് ഇരുന്നേ. ഇപ്പം ഞങ്ങൾ വീട് പണിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് മാറ്റി സ്ഥാപിച്ചത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമുക്ക് അരി വെറ്റിയെടുക്കാം എന്ന് ഞാൻ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആണ്. ഇപ്പം നമുക്കിവിടെ എല്ലാം ഒന്നും പ്രശ്നമല്ല, നമുക്കെല്ലാം ഫ്രീ ആയി. ഇപ്പോൾ ഇത് നമുക്കൊരു പാത്രം വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചോറ് വേവിച്ച്, ചോറും കലവും നമ്മൾ വേവിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. ചോറ് അരി ഊറ്റാൻ പോകും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഇത് കണ്ടുകൂടി ഇങ്ങനെ ഊറ്റിയിട്ട് ഇത് ഇങ്ങനെ വേണമെങ്കിൽ വലിയ കലമാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഊറ്റാൻ, അതിൻ്റെ സപ്പോർട്ടിനാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ച് ഇത് ഊറ്റാം. ഇതാകുമ്പോഴിങ്ങനെ ഇപ്പോൾ ഇത് വെച്ച് വെള്ളം എല്ലാം അതിനകത്ത് വീണ് ചോറ് ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ ഇരുന്നോളൂ. നമുക്ക് ഇതിനകത്ത് വേറെ പണ്ട് നമ്മൾ തവി വെക്കുന്നത് പോലെ തവി വെക്കേണ്ട, മറ്റ് സപ്പോർട്ടുകൾ ഒന്നും വെക്കേണ്ട. ഇത് അതിനകത്ത് തന്നെ താനിരുന്ന് ഇതെല്ലാം തനിയെ പൊയ്ക്കോളും. ഇത് വിശദീകരിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദം. ചൂടാണല്ലോ ഇത്, ആവിയും ചൂടും എല്ലാം കൂടെ ഒരു ചോറ് വാങ്ങുമ്പോൾ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അന്നേരം ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അപകടം വളരെ ഒഴിവാണ്. ആയാസമില്ല, അതായത് ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് അരി ഊറ്റിയെടുക്കുക. അപകടം ഉണ്ടാവത്തില്ല. അത് മറിയത്തില്ല. നമുക്ക് വേറെ നമുക്കൊരു ചെറിയ തുണി മാത്രം സപ്പോർട്ട് പിടിച്ച് ഇങ്ങനെ വെക്കാം. അതൊന്നും അറിയത്തില്ല. ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് എത്ര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാം. നമുക്ക് ചെറിയ ഇത് വെച്ചാൽ വെറുതെ നമുക്ക് ഇത് എടുത്തു മാറ്റാം. നമുക്ക് ഇത് കഴിഞ്ഞ് എടുത്തു മാറ്റാം. നമുക്ക് ഇവിടെ പകരം പാത്രങ്ങൾ വെക്കാം. നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആണ്. ഈ ഭിത്തിയിലാണ് ഇത് അത് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് അരി ഊറ്റിയിട്ട് നൂത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമുക്ക് അവിടെ നിന്ന് ചോറ് കോരിയെടുക്കാം. അത് അവിടെ ഇരിക്കും. അതിനൊരു കുഴപ്പമില്ല. അത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു അപകടം ഉണ്ടാവാതെ അരി വാങ്ങാനും, അത് പ്രായമുള്ള അമ്മച്ചിമാർക്കും അതല്ല ഇവരുടെ ന്യൂ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്കൊക്കെ അരി വാക്കാനൊക്കെ വലിയ പാടൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ളതാണ് ഇത്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എറുമ്പ് കയറാതിരിക്കുക. അതായത് ആഹാര സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എറുമ്പ് കയറിയാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ആഹാരത്തിൻ്റെ ചോറ്, കറി, ഇങ്ങനെ തോരൻ, ഇങ്ങനെ എറുമ്പ് കയറുന്ന പല സാധനങ്ങളാണ്. അത് കയറാതിരിക്കാനുള്ള സംവിധാനം ഈ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. അത് കാരണം ഇങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി പല കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ചേട്ടാ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയത് കാണിക്കാം. അപ്പൊ നമുക്ക് ഈ ചോറ് ഇതെടുത്ത് നമുക്ക് ഇതിൽ വെക്കാം. അതുപോലെ ഇവിടെ വെക്കാം. ഇതിൽ ഒരു തട്ടോടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ തൽക്കാലം കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും നമ്മളിപ്പോൾ മീൻകറി അല്ലെങ്കിൽ മീൻ ഫ്രൈ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 4-5 മണിക്കൂർ നമ്മളിവിടെ ആളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറുമ്പ് കയറും. ഇതിപ്പോൾ നമ്മളിപ്പം രാവിലെ ഒരു 24 മണിക്കൂർ ഇരുന്നാലും ഇതിനകത്ത് 1 കിലോ എറുമ്പ് കയറത്തില്ല. കാരണം ഇത് അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന ഇത് പ്രത്യേക ഈ ഒരു കപ്പിനകത്ത് ആണ് ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട് ഇത് വെള്ളമാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും നല്ലത് നമുക്ക് ഈ വേസ്റ്റ് ഓയിലായിട്ടുള്ള എഞ്ചിൻ ഓയിൽ, നമ്മുടെ വണ്ടിയൊക്കെ ബൈക്കിൻ്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു വെച്ചാൽ നമ്മൾ എറുമ്പ് എങ്ങനെ വന്ന് ഇതിനകത്ത് വീണാലും പിന്നെ ഇത് ഇതുവഴി മേലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറുമ്പ് ചിലർ പറയും വലിയ എറുമ്പുണ്ട് ഇവിടുന്ന് കയറി ഇങ്ങനെ കയറി പോകുമെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും നടക്കുന്നൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ഇതാണ്, അല്ലാതെ ഇത് 6 മാസത്തേക്ക് 3 മാസത്തേക്കുള്ള കാര്യമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട്
തൽക്കാലം നമ്മളിപ്പോൾ അത്യാവശ്യം പോയിട്ട് വന്ന് നമ്മൾ എറുമ്പ് കയറി ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതും അത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. അപ്പൊ ഇതിന് നിങ്ങൾ ഇത് ഇങ്ങനെ ഒക്കെ ചെയ്ത് ഈ ഭിത്തിയിൽ ഇതാകുമ്പോൾ ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുക. നല്ല ബലത്തെ ചെയ്തു. നല്ല വില പിടിച്ചു. നല്ല വില നമുക്കിപ്പോ എന്താണ് ഒരു 4 പാത്രം വെക്കണം. നല്ല വില പിടിച്ചു. നല്ല വില പിടിച്ചു. ഒരു കുഴപ്പമില്ല. എത്ര വെയിറ്റ് വേണമെങ്കിലും വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റിൽ ഞാൻ ഇതൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കപ്പുകളൊക്കെ തൂക്കിയിടാം. അപ്പൊ നമുക്ക് ഈ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതേണ്ട ഇങ്ങനെ തൂക്കിയിടാം. അത് തൽക്കാലം നമുക്ക് ഇതൊരു വെറുതെ ഇരിക്കുമല്ലേ അവിടെ അകത്തിടാം. അപ്പൊ ഇതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ ലാസ്റ്റ് ചെയ്തതാണ്. പല യൂസേജ് ഉണ്ട്. പല യൂസേജ് ചെയ്യാം. അപ്പൊ ഇത് പിന്നെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്തായിരുന്നു. ഇതേപോലെയുള്ള ഒരു 5 കപ്പ് ഉള്ള ഒരു ഇത് ചെയ്ത് അത് മൂവബിളാണ്. നമുക്ക് എടുത്തോണ്ട് പോകാം. അപ്പൊ അതിന് 4 കാലൊക്കെ വെച്ച് ഉയരമുണ്ട്. അപ്പൊ ഇത്രയും ഉയരമുണ്ട്. ഉയരത്തിൽ നമുക്ക് ഇതേപോലെ കപ്പ് വെച്ച് അപ്പൊ ഈ കപ്പാണ് തറയിലിരിക്കുന്നത്. ഈ കപ്പ് തറയിലിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് വേറൊരിടത്ത് കൊണ്ടുവയ്ക്കാം. അപ്പൊ നമുക്കിപ്പം ഒരിടത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകണം, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ സൗകര്യം ഇല്ലാത്ത വീടുണ്ട്, അതായത് ഭിത്തിയിൽ ബലമില്ലാത്ത ഒരു വീടുണ്ട്. അപ്പൊ നമുക്ക് ചില മണ്ണ് വീട് അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം ഷെഡുകളൊക്കെ നമുക്ക് പറ്റൂല. അപ്പൊ നമുക്ക് ഇത് തറയിൽ വെക്കാം. അപ്പൊ നമ്മൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സാധനമായിട്ട് ടച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി, എറുമ്പ് കയറത്തില്ല. അപ്പൊ അത് എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ വേണം വെക്കാം, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഉള്ളവരെണ്ണം ഞാൻ ചെയ്ത് 2 എണ്ണം ഞാൻ ചെയ്ത് അപ്പൊ അത് 2 പേർക്കായിട്ട് കൊടുത്ത് പിന്നീട് ആ ബാലൻസ് ഇരുന്നതാണ്. ഇതിപ്പോ ചെയ്തിട്ട് 8-9 കൊല്ലം ആയതാണ്. അപ്പൊ ഞാനിപ്പോ ഈ വീട് വെച്ചപ്പോ ഇത് തൽക്കാലം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് ഒരു അത്യാവശ്യം ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ച് ഇത് ഞാൻ സ്വന്തമായിട്ട് എന്റെ രൂപകൽപ്പനയിലാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ പേറ്റന്റ് ഒന്നും അവകാശപ്പെടുന്നില്ല. സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ ജനറേഷനിൽ ഇതൊക്കെ വലിയ ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ എറുമ്പ് കയറി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് വാങ്ങി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യം, വലിയ പ്രയാസം, ആർക്കും അറിയത്തുമില്ല. അതായത് ഇത് വാങ്ങാൻ എളുപ്പമാണ്. അത് മാത്രമല്ല അപകടം ഒഴിവാകും. കാരണം ഞാൻ അടുപ്പിൽ നിന്ന് തിളച്ച അരിയും വെള്ളവും കൂടെ ചോറും കലവും കൂടെ എടുത്ത് വാങ്ങുമ്പോൾ ഭയങ്കര ആവിയൊക്കെ ആയിരിക്കും. അതിനെല്ലാം ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആണ്. ഗുഡ് ബൈ.